രണ്ട് സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ. സജിത്ത് ആൻഡ് സുജിത്ത് വന്നിട്ടുണ്ട്. ശരിയല്ലേ പേര്? ഞാൻ എപ്പോഴും ബ്രൈഡ് കൊടുത്തു കഴിയുമ്പോ മിലനാണെന്ന് ചോദിക്കും. അതല്ലേ വലുത്. പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ബ്രൈഡിനെ ശ്രദ്ധിക്കും പോരെ. ചുമ്മാ പൊക്കി പറയല്ലോ അല്ലേ? പഠിച്ചിട്ട് പറയുമ്പോ വേറൊരു വേർഡ്സ് ആണ്. ഓട്ടോമാറ്റിക് പറയുമ്പോൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഉടുത്ത് കഴിയുമ്പോ ബ്രൈഡ് ഭയങ്കര ഹാപ്പി ആവാറുണ്ട് അല്ലേ? ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബ്രൈഡൽ സാരിയെ കുറിച്ച് സംസാരിക്കാൻ, എല്ലാ ബ്രൈഡൽ സാരീസ് കുറച്ചധികം കാണിക്കണം എന്നൊക്കെ ഓർത്താണ് വീഡിയോ തുടങ്ങിയത്. പക്ഷെ ആക്ച്വലി 2-3 സാരി കാണിച്ചപ്പോൾ തന്നെ സമയം പോയി. അങ്ങനെ ഒരു 10 മിനിറ്റോളം ആയി. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യുക ചെയ്ത്, അല്ലെങ്കിൽ ആരും കാണില്ല, പകുതി വെച്ച് നിർത്തിയിട്ട് പോകും. സോ അതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് സെക്കൻഡ് പാർട്ട് ഞാൻ ഇന്ന് ഓർത്തു നമുക്ക് ടിഷ്യൂ കാഞ്ചീപുരം സാരി കാണാമെന്ന്. ടിഷ്യൂ കാഞ്ചീപുരം സാരി കുറേ അധികം വന്നു. ഇന്നലെ വന്നപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങളെ കൂടെ കാണിക്കാതെ പറ്റില്ല എന്ന്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ടിഷ്യൂ സാരിയെക്കുറിച്ച് സംസാരിക്കുന്നത്. ടിഷ്യൂ കാഞ്ചീപുരം സാരി തന്നെ നമുക്ക് എല്ലാ റേഞ്ചിലും അവൈലബിൾ ആണ്. അത് 15,000 ടു ഒരു 2 lakh 3 lakh വരെയുള്ള സാരികൾ അവൈലബിൾ ആണ്. അതിൽ തന്നെ നമുക്ക് 14,000 റേഞ്ചിൽ, അല്ലെങ്കിൽ 15 ഇൻ ബിറ്റ്വീൻ 14 and 15, ദാറ്റ് ഈസ് അറൗണ്ട് 14,750 ആ റേഞ്ചിലൊക്കെ ഗിഫ്റ്റിങ്ങിനൊക്കെ ആയിട്ടുള്ള സാരികളും ഒത്തിരി പോകുന്നുണ്ട്, ഒത്തിരി സെയിലാവുന്നുണ്ട്. ഇന്നപ്പോൾ അതങ്ങനെ കുറേ അധികം 10-100 സാരിക്ക് മേലെ ആ സാരികൾ വന്നിട്ടുണ്ട്. അത് വന്നപ്പോഴേ എന്നോർത്ത് അതിലൊരു 5-8 സാരി നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. സോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആക്ച്വലി ഇത് ഞാനൊരു സാരി ഓപ്പൺ ചെയ്ത് തന്നെ കാണിക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഭയങ്കര നല്ല ലൈറ്റ് വെയ്റ്റാണ്, ഉടുക്കാൻ കംഫർട്ട് വേണം. നമുക്കൊരു സാരി എടുക്കുമ്പം ആക്ച്വലി ആ സാരി ഞാൻ എപ്പോഴും പറയും, കാഞ്ചീപുരം സാരി ആണെങ്കിലും ഏതൊരു സാരി ആണെങ്കിലും സാരി ഉടുക്കുമ്പോൾ അത് ബോഡി ഹഗ്ഗിങ് ആയിട്ടും നമ്മളെ അനുസരിക്കുന്ന ഒരു സാരി ആയിരിക്കണം. നമ്മളുടെ ബോഡിയെ അനുസരിക്കുന്ന സാരി അതായത് നമ്മൾ ഉടുക്കുന്ന പോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അത് നന്നായിട്ട് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ആണെങ്കിൽ തന്നെ പകുതി ടെൻഷൻ നമ്മുടെ മാറും. ആ സാരി ഉടുക്കുമ്പോഴത്തെ കംഫർട്ടാണ് മെയിനായിട്ടുള്ള കാര്യം. എന്നെ സംബന്ധിച്ചിട്ട് അങ്ങനെയാണ്. എനിക്ക് സാരിയുടെ കളറിനേക്കാളിലും ബോർഡറിനേക്കാളിലും എല്ലാം എനിക്ക് സാരി ഉടുക്കുമ്പോൾ കിട്ടുന്ന ഫീൽ, കംഫർട്ട്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഉള്ള സാരികൾ മാത്രമാണ് ഞാൻ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാറുള്ളൂ. ബിക്കോസ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്ന കുറച്ച് സാരികൾ, അതിൽ ടിഷ്യൂ കാഞ്ചീപുരമാണ് ഞാൻ ഉടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ കംഫർട്ടാണ്. നമുക്ക് ഉടുത്താൽ നല്ല കംഫർട്ടായിട്ട് പോകാം. നമുക്ക് എത്രയും പെട്ടെന്ന് ഇതൊന്ന് ഊരിക്കളയണം എന്നുള്ളൊരു തോന്നലൊന്നും ഉണ്ടാവില്ല. ഇത് ഫുൾ 1 ലെയറോ അല്ലെങ്കിൽ പ്ലീറ്റ്സ് ചെയ്തോ ഉടുത്താൽ ഇതിൻ്റെ ആ ഫീല് നല്ല ഭംഗിയായിട്ട് രാവിലെ മുതൽ എത്ര മണിക്കൂർ ഉടുത്താലും ഡിസ്കംഫർട്ടും ഉണ്ടാവില്ല. വീവിങ് ടെക്നിക്കിലുള്ള പ്രത്യേകതകളാണ്. ഈ വീവിങ് ടെക്നിക്കും കൂടെ കുറച്ചും ആലോചിച്ച് മാനേജ് ചെയ്ത്, അല്ലെങ്കിൽ അങ്ങനെ വീവ് ചെയ്യുന്ന വെണ്ടേഴ്സിൻ്റെ അല്ലെ വീവേഴ്സിൻ്റെ നിന്ന് സാരി എടുത്താണ് മിലൻ കൂടുതലും നിങ്ങളിൽ എത്തിക്കുന്നത്. 100% നിങ്ങൾക്ക് ഞങ്ങളുടെ സാരികളെ വിശ്വസിക്കാം. അതിൻ്റെ ഫീൽ ആൻഡ് ഫോൾ, അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ വേറൊരു ഫാക്ടറാണ് കളേഴ്സ്. സാരിയുടെ കളേഴ്സ് വലിയൊരു ഫാക്ടറാണ്. നമ്മുടെ കേരള അല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചിയിൽ അല്ലെങ്കിൽ ഈ സെൻട്രൽ ട്രാവൻകൂറിലുള്ള കസ്റ്റമേഴ്സാണ് കൂടുതലും വരാറ്. നോർത്തിൽ നിന്നുള്ളവരും വരും. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറുകൾ അല്ലെങ്കിൽ കോമ്പിനേഷൻസ് ആണ് നമുക്ക് കൂടുതലും സെയിലാവുന്നത്. ആക്ച്വലി അങ്ങനെ വന്നതാണ് നമ്മുടെ മിലൻ ഡിസൈൻ്റെ കൗണ്ടേഴ്സ്. അങ്ങനത്തെ സാരികൾ, സോഫ്റ്റ് ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള സാരികൾ, കളേഴ്സിൽ നല്ല സോഫ്റ്റ്നെസ്, അല്ലെങ്കിൽ കളേഴ്സിൽ നല്ല ഒരു പേസ്റ്റൽസ്, ദെൻ ഡാർക്ക് ആണെങ്കിൽ തന്നെ അതിനുമുണ്ട് ഒരു മിലൻ ടച്ച് ഉണ്ടായിരിക്കും. ഈ ടൈപ്പ് ഓഫ് സാരികളെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. സാരി ഉടുത്ത് കാണുമ്പോഴല്ലേ, സാരി ഇങ്ങനെ ഡ്രേപ്പ് ചെയ്ത് കാണുമ്പോൾ തന്നെ അതിൻ്റെ എലഗൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സാരി ഇത്രയും ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ടും ഈ കളർ കോമ്പിനേഷനും സെറ്റിൽഡ് ആയിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ടും ഈ റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് സാരിയാണത്. അപ്പോൾ ഒരു ഹാപ്പി ന്യൂസ്, ഞാൻ ഈ ടിഷ്യൂ കാഞ്ചീപുരത്തിൻ്റെ ലൈറ്റ് വെയ്റ്റും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം 2 സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ. അതായത് കേരളത്തിലെ തന്നെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ, എന്നും സെലിബ്രിറ്റികൾ മാത്രമേ ഉള്ളൂ ഇവർക്ക് മേക്കപ്പിന്. വളരെ വല്ലപ്പോഴും ഒക്കെ ഞാൻ പോയാലും ചെയ്തു തരും. അങ്ങനെയുള്ള 2 മേക്കപ്പ് ആർട്ടിസ്റ്റ് സജിത്ത് ആൻഡ് സുജിത്ത് വന്നിട്ടുണ്ട്. ശരിയല്ലേ പേര്? സജിത്ത് ആൻഡ് സുജിത്ത് അല്ലേ? അതെ, എനിക്ക് തെറ്റിപ്പോകാറുണ്ടല്ലോ. സജിത്ത് ആൻഡ് സുജിത്ത് വന്നിട്ടുണ്ട്. അപ്പൊ CBI ഓടി വന്നു. ഇന്ത്യയുടെ സൗന്ദര്യത്തിന് രഹസ്യം മുടിയുടെ ഇവരാണ്. അപ്പം ഇവര് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവരോട് ചോദിക്കുമായിരുന്നു സാരിയെ കുറിച്ച്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ സാരി? ഞാൻ എപ്പോഴും ബ്രൈഡ് കൊടുത്തു കഴിയുമ്പോ മിലനാണെന്ന് ചോദിക്കും. അതല്ലേ വലുത്. എപ്പോഴും ഡിഫറെന്റ് ആയിട്ട് പാറ്റേൺസ്, പിന്നെ ടിഷ്യൂ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് എപ്പോഴും ചെയ്യാറുള്ളത്. പിന്നെ കളർ വെറൈറ്റി ആണ് ഏറ്റവും മസ്റ്റ്ലി. എല്ലാം പല്ലും ഇതെല്ലാം കോൺട്രാസ്റ്റ് കളേഴ്സ് വന്നത് മിലനിൽ മാത്രമേ ഉള്ളൂ. അതൊക്കെ ഒരു വലിയ സ്പെഷ്യൽ അല്ലേ. പിന്നെ ഉടുത്തു കഴിഞ്ഞാൽ ഏത് ബ്രൈഡിനെ ശ്രദ്ധിക്കും പോരെ. ചുമ്മാ പൊക്കി പറയല്ലോ അല്ലേ? പഠിച്ചിട്ട് പറയുമ്പോ വേറൊരു വേർഡ്സ് ആണ്.
ഓട്ടോമാറ്റിക് ഹൃദയത്തിൽ എന്ന് പറയുമ്പോൾ അങ്ങനെ ഹൃദയത്തിൽ എന്ന് പറയുമ്പോൾ അല്ല, ആക്ച്വലി ഞങ്ങളുടെ സാരി ഉടുപ്പിക്കാൻ എളുപ്പമാണ്, അത് അറിഞ്ഞാൽ മതി എനിക്ക്. എളുപ്പമാണ്, കാണാനും ഭംഗിയാണ്, ഭയങ്കര സ്മൂത്ത് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള സാരി. നമ്മുടെ സാരി ഈസി ടു വെയർ അല്ലേ, അതാ ഞാൻ പറഞ്ഞിട്ടത്. ഞങ്ങളുടെ സാരി എന്ന് പറയുന്നത് മിലന്റെ സാരി പ്രത്യേകത. നമ്മൾ ഇങ്ങനെ സ്പെഷ്യൽ നമ്മളുടെ സാരികൾ വരുമ്പം തന്നെ ഞാൻ പറയും ഇത് ഉടുക്കാൻ കംഫർട്ടായിരിക്കും. സാരി കാണുമ്പോൾ നമുക്കൊരു ഒന്നും തോന്നൂല, പക്ഷെ ഉടുത്ത് കഴിയുമ്പോഴാണ് എലഗൻസ് മനസ്സിലാവും. സാരി മിലൻ നമ്മളെപ്പോഴും വന്നിട്ട് എല്ലാ ക്ലൈന്റും പറയും ഷേർലി മാഡം പറഞ്ഞു ഇതാ നല്ലതെന്ന് പറയും. അപ്പൊ ബ്രൈഡ് ഇങ്ങനെ കോൺഫിഡൻസ് നല്ലതായിരിക്കും. അപ്പൊ ഞാൻ ബ്രൈഡ് മോളെ ഉടുത്തേയും അടിപൊളിയാണ്. പക്ഷെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഉടുത്ത് കഴിയുമ്പോ ബ്രൈഡ് ഭയങ്കര ഹാപ്പി ആവാറുണ്ട് അല്ലേ? ഓക്കെ, ഇത് പറഞ്ഞുകൊണ്ട് പറയിക്കണല്ല, ഇത് ഞാൻ റാൻഡമായി വന്നതാണ്. അപ്പൊ പോയി പെട്ടെന്ന് 10-15 സാരി എടുക്കൂ, ബില്ലടിച്ച് കയ്യിൽ കൊടുക്കും. ഇന്നത്തെ കാശ് മുഴുവൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിവേ താങ്ക് യു സോ മച്ച്. നിങ്ങൾ വന്നത് വരുമെന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ, ഞാനത് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് വന്ന്. എന്തായാലും ഇത് ആക്ച്വലി ഞാൻ ആദ്യം കാണിച്ച ടിഷ്യൂ കാഞ്ചീപുരം സെൽഫ് കളറാണ്, അതായത് കോൺട്രാസ്റ്റ് ഇല്ല. ഇത് പക്ഷേ കോൺട്രാസ്റ്റ് ഉള്ള ടിഷ്യൂ കാഞ്ചീപുരം. വളരെ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റാണ്, ഒരു ബട്ടർ ഫീൽ, അത്രയും പറയാമല്ലോ, അതിൽ കൂടുതലൊന്നും പറയാനില്ല. അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാരിയാണ്. നമുക്കിങ്ങനെ ഷിഫോൺ സാരികളൊക്കെ ഉടുക്കുന്ന ഫീലിൽ നമുക്കിത് ഉടുക്കാൻ പറ്റും. ഈവൻ 1 ലെയർ ആണെങ്കിലും അതെ, നമ്മൾ പ്ലീറ്റ്സ് ചെയ്ത് കൊടുത്താലും. സോ ഇത് മിലൻ്റെ സ്പെഷ്യാലിറ്റിയാണ്, സ്പെഷ്യൽ സാരീസ് സ്പെഷ്യാലിറ്റിയാണ്. ഈ വാട്ടർ ഫിനിഷിൽ ഈ സാരി ചെയ്യാൻ വളരെ കുറേ അധികം പ്രാവശ്യം വിവേഴ്സിനടുത്ത് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് വാട്ടർ ഫിനിഷ് ചെയ്തു വന്ന സാരിയാണ്. ഇത് ടിഷ്യൂ ഇതിലുണ്ട്. സാധാരണ ടിഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ അത് ഇച്ചിരി സ്റ്റിഫാവും, പക്ഷേ ഇത് നല്ല ഉടുക്കാൻ വളരെ കംഫർട്ടബിളാണ്. ഈ സാരി അതുപോലെ ഒരു സാരി കളർ കോമ്പിനേഷൻ എല്ലാവർക്കും ചേരുന്ന ഒരു പിങ്കിഷ് റെഡ്, അതിന് ഫ്യൂഷ്യ പിങ്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. സോ അതിനെ മാച്ചായിട്ടുള്ള ബോഡി കളർ, ആ ത്രെഡ് പോയിരിക്കുന്നതുകൊണ്ട് സിൽവർ ആൻഡ് ഗോൾഡ് ബോഡിയിൽ ജക്കാർഡ് വരുന്നുണ്ട്. അപ്പം ഒരു ഫ്യൂഷ്യ കളറിലുള്ള ബോർഡറും അതിനനുസരിച്ച് മാച്ചിങ് ഉള്ള ബോഡി. സോ ഈ കളറും നിങ്ങൾക്ക് നോക്കാം, ഒരു ബ്രൈഡിൻ്റെ മദറിനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ബ്യൂട്ടിഫുൾ ഒരു കളറാണ്. സോ നെക്സ്റ്റ് ബ്രൈഡൽ സീസൺ, അതായത് ഇനി ചിങ്ങമാസം തുടങ്ങുമ്പോൾ തന്നെ ബ്രൈഡൽ സീസൺ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു ബ്രൈഡൽ സീസൺ. പക്ഷേ ഈ അപ്കമിങ് ബ്രൈഡൽ സീസണിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫുൾ റെഡിയാണ്. സോ നിങ്ങളെല്ലാവരും യു പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്.